വർക്ക് എന്ന് നിർത്തിയോ അന്ന് തുടങ്ങി ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. കാര്യം അത് നവാസ്ക ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും ഞാനും പെർഫോം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ നവാസ്കക്ക് എന്തെങ്കിലും ക്യാരക്ടർ വന്നാൽ ഞാൻ ചോദിക്കാം എന്ത് ക്യാരക്ടറാ, ഏതാ സീൻ, എന്താ പറഞ്ഞ്. നവാസ് ഖാനയിലും കൂടുതൽ എനിക്കാണ് ഇഷ്ടം അത് കേൾക്കാൻ. അപ്പൊ ഞാൻ പറയും എന്താ ചെയ്തേ, എന്താ അങ്ങനെ ചോദിക്കും. എന്നിട്ട് ഞാൻ അത് പ്ലാൻ ചെയ്യും. എനിക്ക് ഞാനത് വീട്ടിലിരുന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നവാസ്ക അവിടെ പോയി ആക്ട് ചെയ്യുമ്പോൾ ഞാൻ വിളിക്കും എന്താ ചെയ്തേ, എന്താ ആക്ടിവിറ്റി ചെയ്തേ, ക്യാമറ എവിടെ. അപ്പോൾ എല്ലാം നവാസ്ക ഡീറ്റെയിൽ ആയിട്ട് പറയും. ചില ദിവസം രാത്രി ഭയങ്കര ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ ഇല്ല, രാത്രി വരുമ്പോൾ ചിലപ്പോൾ പറയും ഞാൻ ഭയങ്കര ടയർഡാണ്, രാവിലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വെക്കും. പക്ഷെ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം എന്താ വെച്ചാൽ ഇതെനിക്ക് കേൾക്കാൻ പറ്റില്ല, ഇത് എന്താ അവിടെ ചെയ്തു വെച്ചെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ആകാംക്ഷ. അതൊന്നും അറിയണ്ട. ഇല്ല, എനിക്ക് ഓൺലി പെർഫോമൻസ്, എന്താ പെർഫോം ചെയ്തു, അവരെ എങ്ങനെ ക്യാമറ വെച്ചു, എന്തൊക്കെ അവർ വർക്ക് ചെയ്തു, എങ്ങനെയായിരുന്നു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചോദിക്കും. അത് എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പൊ ഞാൻ ചോദിക്കും. ഇപ്പൊ നവാസ്ക്ക് ഇപ്പൊ അറിയാവുന്നോണ്ടല്ലോ, ഓരോ സീൻ കഴിയുമ്പോ ഇതായിരുന്നു അതായിരുന്നു എന്ന് വിളിച്ചു പറയും. അല്ലെങ്കിൽ രാത്രി വരുമ്പോ ഇനി അത് പറയണല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് സ്ക്രീൻ ചെയ്യുമ്പോ ചിലപ്പോ അതിനേക്കാൾ രസമായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയും ഭയങ്കര രസമായിട്ട് ചെയ്തു, ഞാൻ പറഞ്ഞതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയും. അപ്പൊ എനിക്ക് അത് അങ്ങനെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിത് ഷൂട്ട് തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നേരത്തെ നൂർജാൻ ചോദിച്ചല്ലോ, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു. അത്തരത്തിലുള്ള ഒരു സംഭവം ഫസ്റ്റ് ഷോട്ട് മുതൽ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ മാറിയിരിക്കുമല്ലോ, എനിക്കത് അനുഭവമുള്ളതാണ്. നമ്മൾ മാറിയിരിക്കുന്ന സമയത്ത് നമ്മൾ പലതും സ്റ്റഡി ചെയ്യും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ ചിലപ്പോൾ വിട്ടു, അടുത്ത സെറ്റിൽ പോയി അടുത്ത കാര്യങ്ങൾ പോയി പല അഭിനയത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ആ പടം കണ്ടു കഴിയുമ്പോൾ അത് കുറച്ചുകൂടി അവിടെ ഇങ്ങനെ ചെയ്യായിരുന്നു, ആ ഡയലോഗ് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നുന്ന കാര്യം. മാറിയിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഇതെല്ലാം വീക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ കുറേ നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മളത് സ്റ്റഡി ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതെനിക്ക് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും പല സിനിമകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നു. സിനിമക്ക് എപ്പോഴും നല്ല ക്രൈസാണ് കേട്ടോ. എപ്പോഴും ഞങ്ങൾ എല്ലാ പടങ്ങളും കഴിവിൻ്റെ പരമാവധി തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. OTT സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടങ്ങൾ അങ്ങനെ തന്നെ പോയി കാണുന്ന ആഗ്രഹിക്കുന്നു. അതിലൊന്നും കാണാറില്ല. ഫോൺ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു, തിയേറ്ററിൽ മാത്രമേ കാണുള്ളൂ, TV യിലും കാണാൻ ഇഷ്ടമല്ല.